തോമസ് മാൻ്റെ ഡെത്ത് ഇൻ വെനീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പോർഷൻ നോക്കാം. തോമസ് മാൻ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, സോഷ്യൽ ക്രിട്ടിക്കും എസ്സേയിസ്റ്റും ഫിലാന്ത്രോപ്പിസ്റ്റും ഒക്കെയാണ്. ഇദ്ദേഹത്തിന് 1929 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് ഇൻ വെനീസ് എന്ന് പറയുന്നത് ഒരു നോവലയാണ്. നോവല മീൻസ് നോവൽ ഷോർട്ടാണ്, നോവലിനെ പോലെ വലുതല്ല, ഷോർട്ടാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയെക്കാട്ടിലും വൈഡുമാണ്. ഓക്കെ, അതിനെയാണ് നോവല എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് നോവലയാണ് ഡെത്ത് ഇൻ വെനീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് മ്യൂണിഷ്, ജർമ്മനി, വെനീസ്, ഇറ്റലി എന്നീ സ്ഥലങ്ങളിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഇത് 1921 പബ്ലിഷ് ചെയ്തത്. ഇത് ഒറിജിനലി പബ്ലിഷ് ചെയ്തത് ജർമ്മൻ ലാംഗ്വേജിലാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചോദിച്ചാലും ഇപ്പം മിത്ത് ആൻഡ് സൈക്കോളജി അല്ലെങ്കിൽ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ഈ ഒരു നോവലയിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ ഈ ഒരു വർക്ക്, ഈ നോവലയ്ക്ക് പ്രധാനമായിട്ടും 5 മേജർ സെക്ഷൻസാണുള്ളത്. ആദ്യത്തെ 2 സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ 2 സെൻട്രൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഗുസ്താവ് വൻ അഷൻബെച്ച് എന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ അയാളൊരു എഴുത്തുകാരനാണ്, 50 years old ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാരക്ടർ ടാഡ്സിയോ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു വെൽത്തി പോളിഷ് ഫാമിലിയിലെ ഉള്ളൊരു അംഗമാണ്. അവന് 14 വയസ്സുണ്ട്. ഓക്കെ, അപ്പം അഷൻബെച്ച് അപ്പം ഇത് 5 ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ ഒരു വർക്ക്. ആദ്യത്തെ 2 സെക്ഷനിൽ നമ്മുടെ അഷൻബെച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹോം മ്യൂണിച്ചിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തത്, വെനീസിലേക്ക് പോയത് എന്നുള്ളതിനുള്ള റീസണാണ് ആദ്യത്തെ 2 സെക്ഷനിൽ പറയുന്നത്. ബാക്കിയുള്ള 3 സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അതായത് വെനീസിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പാഷനേറ്റായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ ഒരു നോവലയിൽ കാണാനായിട്ട് പറ്റും. ഈ നോവലയുടെ തീമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റൈറ്ററിൻ്റെ, അഷൻബെച്ച് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ആ ഒരു വർക്കിനോടുള്ള ഡെഡിക്കേഷനാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ 2 സെക്ഷനിൽ നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിനോടുള്ള, ഇത്രയും ഏജ്ഡ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ യങ്ങർ ഡേയ്സിലും ഒക്കെയുള്ള ആ ഒരു തൻ്റെ റൈറ്റിംഗ് ജോബിനോടുള്ള ഡെഡിക്കേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി സ്റ്റോറിയിലോട്ട് പോവാം. സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഒരു മെയ് മാസത്തിലാണ്. ഒരു മെയ് മാസത്തിലെ ആഫ്റ്റർനൂൺ സമയത്ത്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നതിന് മുൻപുള്ള ടൈമാണ്. നമ്മുടെ റൈറ്റർ തോമസ് മാൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു നോവല എഴുതിയിട്ടുള്ളത്. അതായത് 1911 തോമസ് മാനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ വെക്കേഷൻ ആസ്വദിക്കാനായിട്ട് വെനീസിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു യങ് സിക്ലി പോളിഷ് ബോയിയെ കാണുന്നുണ്ട്. അപ്പോൾ ആ ബോയിൽ ഫാസിനേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഈ ഒരു നോവല എഴുതുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഡെത്ത് ഇൻ വെനീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പാർഷ്യലി ഇപ്പോൾ കറക്റ്റ് എല്ലാം എഴുതണമെന്നില്ലല്ലോ. ചിലപ്പോൾ ആ ബോയിയോട് തോന്നുന്ന ഇഷ്ടമൊക്കെ അദ്ദേഹം കയ്യിന്നിരുന്നതായിരിക്കുമല്ലോ. അപ്പം പാർഷ്യലി ഇൻസ്പയർഡ് ബൈ ഹിസ് ഓൺ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡെത്ത് ഇൻ വെനീസിനെ പറയാനായിട്ട് പറ്റും. 1911 അദ്ദേഹം വൈഫിനോടൊപ്പം വെനീസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ഒരു മെയ് മാസം, ഫസ്റ്റ് വേൾഡ് വാറിന് മുൻപ്. നമ്മുടെ അഷൻബെച്ച് എന്ന് പറഞ്ഞാൽ ദ റൈറ്റർ ഹിംസെൽഫാണ്
അദ്ദേഹം പൊർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അശ്വിൻ ബച്ചൻ എന്ന് പറയുന്ന റൈറ്റർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? തോമസ് മാൻ എന്ന് പറയുന്ന നമ്മുടെ റൈറ്റർ തന്നെയാണ്. ഓക്കെ, 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു, ടാക്സിയോയും പിന്നെ അശ്വിൻ ബച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റോറിയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഡേ വർക്ക് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പകൽ മുഴുവനുള്ള ജോലി കൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് ടയേർഡായിട്ട് മ്യൂണിച്ചിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്ന സമയം അതാണ് നമുക്ക് ബിഗിനിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ബോറിങ് അവസ്ഥ മാറ്റാനായിട്ട് ഒരു വൈകുന്നേരം ആ ദിവസം വൈകുന്നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഒരു സ്റ്റേഷനിലിരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെയുള്ള ഒരു മോർച്ചറി ചപ്പൽ കാണുന്നു. അവിടെ ആ മോർച്ചറി ചപ്പലിനടുത്തായിട്ട് ഒരു സ്ട്രേഞ്ച് പിലിഗ്രിമായിട്ടുള്ള ഒരാൾ നമ്മുടെ അശ്വിൻ ബച്ചനെ തന്നെ നോക്കി നിൽക്കുന്നു. ഓക്കെ, അയാളെ കണ്ട ഭയങ്കരമായിട്ടുള്ള വിയേർഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അതായത് ആ വ്യക്തിയുടെ കണ്ണുകളൊക്കെ ഭയങ്കര റെഡ്, അദ്ദേഹത്തിൻ്റെ മുടി റെഡ് ഹെയർ ആണ്. അതുപോലെ തന്നെ ആഡംസ് ആപ്പിൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പല്ലുകളിങ്ങനെ ലോങ് വൈറ്റ് ഗ്ലിസണിങ് പല്ലുകളാണുള്ളത്. അപ്പോൾ അത് അയാളുടെ ഡ്രസ്സും ഒക്കെ കാണുമ്പോഴത്തേനും ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ ഇങ്ങനെ കുറേ നേരം നമ്മുടെ അശ്വിൻ ബച്ചൻ നോക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള സ്ട്രേഞ്ച് ഫീല് തോന്നും. അപ്പോൾ ഈ ഒരാളുടെ റെഫറൻസ്, അതായത് ഈ സ്ട്രേഞ്ച് പിലിഗ്രിമിൻ്റെ റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിത്തോളജിക്കൽ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. അതായത് അയാളെ കാണുന്നത് തൊട്ടാണ് നമ്മുടെ റൈറ്ററിന് അല്ലെങ്കിൽ അശ്വിൻ ബച്ചന് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് പോകണമെന്നുള്ള ഫീല് തോന്നുന്നത്. അതായത് ആ ഒരു സ്ഥലത്ത് നിന്ന് മ്യൂണിച്ചിൽ നിന്നും വെനീസിലേക്ക് പോകണമെന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് ആ വ്യക്തിയെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒരു സൈൻ കൂടെ നമുക്ക് കാണാൻ പറ്റും. അശ്വിൻ ബച്ചൻ്റെ മരണത്തിൻ്റെ സൈൻ കൂടെ, അതായത് ലൈഫിൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു അൺടൈംലി ഡെത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, വരാൻ പോവുകയാണ് എന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ഒരു മിത്തോളജിക്കൽ എലമെൻ്റ് ആയിട്ട് നമുക്ക് ആ പിലിഗ്രിം സ്ട്രേഞ്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും, സൂചിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇയാളിങ്ങനെ നമ്മുടെ അശ്വിൻ ബച്ചനെ നോക്കി നിൽക്കുകയാണ്. അവിടെ ആ മോർച്ചറി ചപ്പലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ ബച്ചൻ മനസ്സിലായി, അയാൾ എന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അശ്വിൻ ബച്ചൻ എന്ത് ചെയ്തു, അവിടെ നിന്നും അങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ലൈഫ് ടോട്ടലി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യങ്ങർ ഡേയ്സിൽ താൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര പാഷനേറ്റും ഡെഡിക്കേറ്റുമായിരുന്നു, ഇതുവരെയും താൻ അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് പോകണമെന്നുള്ള തീരുമാനം എടുക്കുന്നു. അതായത് ഈ റൈറ്റിങ്ങിൽ നിന്നും ഈ ഡെയിലി വർക്കിൽ നിന്നും ഒക്കെ ഒരു റിലീഫ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ ഡ്രീം ലാൻഡ് ആയിട്ടുള്ള വെനീസിലേക്ക് പോകാം എന്ന് അദ്ദേഹം തീരുമാനം എടുക്കുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഒരു ഷിപ്പിൽ യാത്ര പോവുകയാണ്. ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു മറ്റേ നമ്മുടെ ചെമ്മരിയാടിൻ്റെ താടി പോലത്തെ ഹാഡിന് താടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ താടിയൊക്കെ ഉള്ള ഒരാളുടെ ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നത്. ആ ഷിപ്പിൽ വെച്ചിട്ട് നമ്മുടെ അശ്വിൻ ബച്ച് ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഭയങ്കര പ്രായമുള്ള വ്യക്തിയാണ്. പക്ഷേ ഹി വാസ് ആക്ടിങ് ലൈക്ക് എ യങ് മാൻ. പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് താനൊരു യങ് മാൻ ആണ് എന്ന് തോന്നിക്കാൻ. കാരണം ഓപ്പോസിറ്റ് സെക്സ് അല്ല, സെയിം സെക്സ് എന്നോട് താല്പര്യം, ഒരു അഫെക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഹോമോസെക്ഷൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം നല്ല പ്രായം ഉണ്ടെങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരനെ പോലെ മേക്കപ്പൊക്കെ ഇട്ട് അതുപോലുള്ള വേഷങ്ങളൊക്കെ ധരിച്ചാണ് അയാൾ യാത്ര ചെയ്യുന്നത്. ആ വ്യക്തിയെ കണ്ടപ്പോഴത്തേനും നമ്മുടെ റൈറ്ററിന് അശ്വിൻ ബച്ചന് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ, ഒരു അറപ്പ് തോന്നുന്ന രീതിയിലായിരുന്നു. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനകത്ത് ആ യാത്ര ഗൊണ്ടോള എന്ന് പറയുന്ന ഒരാൾ ആ ഷിപ്പ് വോയേജ് ചെയ്യുന്ന ആളാണ്, ഓടിക്കുന്ന, അങ്ങനെയൊക്കെ പറയാം.
ഗൊണ്ടോളിയർ എന്നാണ് അയാളെ വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ ശരിയായ റൂട്ടിലല്ല പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റർ ഗൊണ്ടോളിയറുമായിട്ട് വഴക്കൊക്കെ കൂടുന്നുണ്ട്. അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോഴത്തേനും ഗൊണ്ടോളിയർ അവിടെ നിന്നും എസ്കേപ്പ് ആവുക. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പൈസ ഒന്നും മേടിക്കാതെ അവിടെ നിന്ന് പോയി. അങ്ങനെ നമ്മുടെ അശ്വിൻ ബെച്ച് ഓൾഡ് ബോട്ട്മാൻ എന്ത് ചെയ്തു, പൈസയൊക്കെ കൊടുത്തു. അവിടെ നിന്നും അദ്ദേഹം ഒരു ഹോട്ടൽ റൂമിലേക്ക് വന്നു. ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു വെൽത്തി പോളിഷ് ഫാമിലിയെ കാണുന്നു. ആ ഹോട്ടലിലുള്ള മീൻസ് ആ ഹോട്ടലിൽ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള എല്ലാവരും ആ ഫാമിലിയിലെ ഒരു പയ്യനുണ്ട്, ആ പയ്യനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ എന്ന് പറയുന്നത്, ടാറ്റ്സിയോ എന്ന് പറയുന്നത്. അപ്പം അപ്പോഴൊന്നും നമ്മുടെ പയ്യൻ്റെ പേര്, ആ ബോയിയുടെ പേര് ടാറ്റ്സിയോ എന്നാണെന്ന് നമ്മുടെ റൈറ്ററിന് മനസ്സിലാവുന്നില്ല. കാരണം ആരും വിളിക്കുന്നില്ലല്ലോ. അപ്പം അയാൾ ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ റൈറ്ററിനൊരു ഇംപ്രഷൻ തോന്നി. പിറ്റേ ദിവസം ഈ വെനീസിലെ കാലാവസ്ഥയൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും പോയാലോ, ക്ലൈമറ്റിന് മാറുമോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരു ക്ലൈമറ്റ് മാറില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാം എന്നുള്ളൊരു തീരുമാനം അശ്വിൻ ബെച്ച് എടുത്തു. ഓക്കെ, അന്നേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം പിന്നെയും ആ പോളിഷ് ബോയിയെ അദ്ദേഹം കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന് തോന്നിയത് ആ പയ്യൻ ഇറോസ് ദേവനെ പോലെ സുന്ദരനായിട്ട് തോന്നി. പിന്നീട് അദ്ദേഹം ബീച്ചിലിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബീച്ചിലിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ലോൺലിനെസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹം അവിടേക്ക് പോയത്, ബീച്ചിലേക്ക് പോയത്. ഈ സമയത്ത് നമ്മുടെ പോളിഷ് ബോയിനെയും അവരുടെ ഫാമിലിയൊക്കെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടു. അവിടെ വെച്ച് ആരോ വിളിക്കുന്നത് കേട്ടു, ടാക്സിയോ എന്ന്. അങ്ങനെ ആ പയ്യൻ്റെ പേര് ടാക്സിയോ എന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പം ടാക്സിയോ ആ ബീച്ചിൽ കുളിക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ ആ പയ്യനോട് തോന്നി. അപ്പം പോകുന്നില്ല, ഇനി വെനീസിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടോ അദ്ദേഹം എടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, ഈവനിങ് വാക്കിന് പോയപ്പോഴത്തേനും അവിടുത്തെ കാലാവസ്ഥയൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ മണങ്ങളും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതില്ല. അപ്പം എന്തോ ഒരു ഒറ്റപ്പെട്ട രോഗം അവിടെ എല്ലാം പിടിപെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സിറ്റി വിടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു സ്റ്റേഷനിലേക്ക്. അദ്ദേഹം എന്നിട്ട് അവിടെ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തോ ഒരു ഇറവ് കാരണം അദ്ദേഹത്തിൻ്റെ ലഗേജ് എല്ലാം തന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് മടക്കി അയച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടായത്, അദ്ദേഹത്തിനൊരു വിഷമവും തോന്നിയില്ല. അങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തി ടാക്സിയോനെ കണ്ടു. ഒരു സെയിലറിൻ്റെ സ്യൂട്ടൊക്കെ ഇട്ട് ഇവിടെ യാത്ര പോവുകയാണ്, സെയിലിങ്ങിന് പോവുകയാണ്. സ്യൂട്ടൊക്കെ ഇട്ട് ടാക്സിയോനെ കണ്ടപ്പോഴത്തേനും നമ്മുടെ അശ്വിൻ ബെച്ചിന് മനസ്സിലായി എന്തുകൊണ്ടാണ് തനിക്ക് പോകാൻ പറ്റാത്തതിൽ താൻ ഇത്രയധികം സന്തോഷിച്ചത് എന്ന് മനസ്സിലായി. കാരണം ഹി വാസ് ഗ്രേറ്റ്ലി ഒബ്സസ്ഡ് വിത്ത് ദാറ്റ് ബോയ്. ആ പയ്യനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഒബ്സഷൻ ഇയാൾക്ക് തോന്നി തുടങ്ങി ആ പയ്യനോട്. ഓക്കെ, അതിൽ അദ്ദേഹം ഇങ്ങനെ എൻസ്ലേവ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ എന്ത് ചെയ്തത്, പോകാൻ പറ്റാത്തതിൽ സന്തോഷിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദെൻ ലേറ്റർ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത് എന്ത് ചെയ്യും, ഈ ബീച്ചിൽ പോവുകയും ആ പയ്യനെ കാണുകയും ഒക്കെ ചെയ്തു. പിന്നെ പലപ്പോഴായിട്ടും അദ്ദേഹം ബീച്ചിൽ വെച്ചിട്ടും ഹോട്ടലിൽ വെച്ചിട്ടും ആ സിറ്റിയിൽ വെച്ചിട്ടും ഒക്കെ ഈ പയ്യനെ കണ്ടു. അങ്ങനെ ഒരു റൈറ്റർ എന്ന നിലയിൽ അവിടെ തൊട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാശം സംഭവിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മോറൽ സൈഡ് എല്ലാം നഷ്ടപ്പെട്ടു. പതിയെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി എല്ലാം അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പയ്യനുമായിട്ട് അല്ലെങ്കിൽ ഒരു യങ് ബോയുമായിട്ട് അദ്ദേഹത്തിനൊരു ആ ബോയുമായിട്ടല്ല, ആ ബോയിയോടൊരു ഒബ്സഷൻ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഓക്കെ, ദെൻ പിന്നീട് ഒരു ദിവസം ടാക്സിയോ ഇയാളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേനും അശ്വിൻ ബെച്ചിന് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. അങ്ങനെ പിന്നെ അവൻ എവിടെ പോയാലും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്തുടർന്ന് പോകാനായിട്ട് തുടങ്ങി.
ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി. ആ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തോ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡെഡ്ലി ഡിസീസ് ഈ ഒരു സമയത്ത് അവിടെ വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. വെനീസിൽ നിന്നും ടൂറിസ്റ്റുകളെല്ലാം വേഗം മടങ്ങിപ്പോകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, പക്ഷേ വെനീസിലെ ആ ഒരു സിസ്റ്റം എന്താണ് സംഭവം എന്നുള്ളത് പുറത്തു വിടുന്നില്ല. കാരണം ടൂറിസ്റ്റുകൾ വരത്തില്ലല്ലോ, ടൂറിസ്റ്റ് ഇൻകം നഷ്ടപ്പെടും. അതുകൊണ്ട് വെനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെഡ്ലി ഡിസീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അഷ്ൻവിഷ് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ട്രാവൽ ബ്യൂറോയിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു ക്ലർക്കിനോട് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഏഷ്യാറ്റിക് കോളറ എന്ത് ചെയ്തിട്ടുണ്ട്, വെനീസിൽ വ്യാപിച്ചിട്ടുണ്ട്, ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വെനീഷ്യൻ അതോറിറ്റീസ് മരണനിരക്ക് പുറത്തു വിടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് കണ്ട് ആ ഇംഗ്ലീഷ് മാൻ നമ്മുടെ അഷ്ൻവിച്ചിനെ വാൺ ചെയ്തു, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വെനീസിൽ നിന്ന് പോകണം, വെനീസ് അടച്ചിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അഷ്ൻവിച്ച് എന്ത് ചെയ്യുന്നു, അത് നിരസിക്കുന്നു. അയാൾ പറഞ്ഞ കാര്യം നിരസിക്കുന്നു. കാരണം എന്താണ്, തൻ്റെ ബിലൗഡിനെ വിട്ടു പോകാൻ നമ്മുടെ അഷ്ൻവിച്ചിന് താല്പര്യമില്ല. പിന്നീട് ഒരു ലവറിനെ പോലെ അന്നൊരിക്കൽ ഷിപ്പിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ഹോമോസെക്ഷലായിട്ടുള്ള ആളിനെയും കാണുന്നുണ്ട്. അപ്പോൾ അയാളോടൊരു ഉറപ്പല്ലേ തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഒരു ലവറായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അഷ്ൻവിച്ച് എന്ത് ചെയ്യുന്നു, ഒരു മുടിയൊക്കെ ഡൈ ചെയ്യുന്നു, അതുപോലെ തന്നെ മുഖത്തൊക്കെ മേക്കപ്പ് ഇടുന്നു, ഒരു യങ് ബോയിയെ പോലെ യങ് മാനിനെ പോലെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആരെ പിന്തുടർന്നു, ടാക്സിയോ എവിടെ പോയാലും അവനെ പിന്തുടർന്ന് ഈ വേഷത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അദ്ദേഹം ഒരു സ്ഥലത്തെത്തും, ഒരു സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നടന്ന് ക്ഷീണിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഇദ്ദേഹം ആലോചിക്കും, എന്താണ് താൻ അന്നൊരിക്കൽ വെനീസിൽ നിന്ന് പോകാമെന്ന് തീരുമാനമെടുത്തത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്, അവിടെ ഇരുന്നപ്പോഴാണ്. അതുപോലെ താൻ ഷിപ്പിൽ വെച്ചിട്ടൊരു ഹോമോസെക്ഷലായിട്ടുള്ള ആളിനെ കണ്ടു, അയാളുടെ മേക്കപ്പും കാര്യങ്ങളും അന്ന് തനിക്ക് ഉറപ്പ് തോന്നിക്കുന്ന കാര്യമായിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കുന്നു, ഒരു യങ് മാനെ പോലെ വസ്ത്രം ധരിച്ച് ഒരു പയ്യന് പിന്നാലെ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അഷ്ൻവിച്ചിനും അസുഖം പിടിച്ചു, അതായത് ഏഷ്യാറ്റിക് കോളറ. അതായത് അദ്ദേഹം വെറുതെ ഇരുന്നില്ല, നീ ഇങ്ങനെ ചെറുക്കൻ്റെ പുറകെ നടക്കല്ലായിരുന്നു. അങ്ങനെ ആ അസുഖം അദ്ദേഹത്തിനും പിടിച്ചു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുന്നു ടാക്സിയുടെ ഫാമിലിയും എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പോവുകയാണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അവസാനമായിട്ട് തൻ്റെ കാമുകനെ കാണാനായിട്ട് അദ്ദേഹം ബീച്ചിലേക്ക് പോകുന്നു. അവനവിടെ കളിക്കുന്ന സമയത്ത് ആ പയ്യൻ തിരിഞ്ഞു നോക്കി നമ്മുടെ അഷ്ൻവിച്ചിനെ വിളിക്കുന്നതായിട്ട് അഷ്ൻവിച്ചിന് തോന്നി. അപ്പോൾ അത് അയാളുടെ ഇമാജിനേഷനായിരുന്നു, അത് പയ്യൻ വിളിച്ചതൊന്നുമില്ല. അവൻ കളിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകുമായിരുന്നു. ഈ സമയത്ത് നമ്മുടെ അഷ്ൻവിച്ചിന് തോന്നുന്നത് ടാക്സിയോ തന്നെ വിളിക്കുന്നതായിട്ട് തോന്നുന്നു. ഇദ്ദേഹം ഒരു ചെയറിലായിരുന്നു ബീച്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ ഫോളോ ചെയ്യാനായിട്ട് ഇദ്ദേഹം എഴുന്നേറ്റപ്പോഴത്തേനും എന്ത് ചെയ്തു, അവിടെ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഹോട്ടൽ റൂമിലെ ആൾക്കാർ ഇദ്ദേഹത്തിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്.